കൂടാരം ആശയത്തോർക്കാശയമരുളും അഭയസങ്കേതം Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നന്ദി പറയുവാനായി ഈ ഒരാഴ്ച നമ്മെ പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുക. എല്ലാവരെയും സ്നേഹത്തോടെ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയും കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 34 അധ്യായം 16 തിരുവചനം. പ്രഭാഷകൻ 34:16. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിപ്പിക്കുകയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, കാരണം അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ദൈവഭയം ഉള്ള ഒരു വ്യക്തി ഒന്നിനെയും ഈ ലോകത്തിൻ്റെതായ മേഖലകളെ ഭയപ്പെടേണ്ടതില്ല, കാരണം കർത്താവിലാണ് അവൻ്റെ പ്രത്യാശ. കർത്താവ് അവനെ നയിക്കും. എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ അവർക്ക് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യത്തോടെ യേശുവിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം. കർത്താവിനോട് ചേർന്ന് നിന്ന് അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ഈശോ പ്രത്യേകമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ഈശോയുടെ അരികിൽ ഈശോയെ പരീക്ഷിക്കാനായി വന്ന പിശാച് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ രാജ്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ ആരാധിച്ചാൽ ഞാനിതെല്ലാം നിനക്ക് തരാമെന്ന് പിശാച് പറയുന്നു. ഈശോ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ ആട്ടിപ്പായിക്കുന്നതായിട്ട് കാണുന്നു. ഇനി നമ്മളോട് വീണ്ടും കർത്താവ് ഈ പരീക്ഷണത്തിൻ്റെ വിശദീകരണം തരുന്നൊരു ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് സക്കേവുസിൻ്റെ ഭവനത്തിൽ ഈശോ വരുന്ന ആ രംഗമാണത്. മരത്തിൻ്റെ കവലയിൽ കയറിയിരിക്കുന്ന സക്കേവുസ് യേശുവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം. ഇതാ യേശു വിളിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന സക്കേവുസ്, വീട്ടിൽ ചെല്ലുന്ന യേശുവിനെ സ്വീകരിക്കുന്ന സക്കേവുസ് യേശുവിനോട് പറയുന്നു, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമെന്നും തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരികെ കൊടുക്കാമെന്നും. ഈശോ ഉടനെ മറുപടി പറയുന്നുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സമ്പത്തിനോട് നമുക്കുണ്ടാകേണ്ട മനോഭാവമാണ് കൃത്യമായിട്ട് ഈശോ ഈ സംഭവത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നമ്മൾ ഇന്ന് ആധുനിക തലമുറ പണത്തിൻ്റെ പുറകെ സമ്പത്തുണ്ടാക്കാൻ ഓടി നടക്കുകയാണ്. അതിനിടയ്ക്ക് ഒരാഴ്ച ഒഴിവുണ്ടാക്കി ശരിയായ സമ്പത്ത് സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടുന്നത് എത്രയോ നല്ലതാണ്. ഈ ആഴ്ചയിൽ ഞാനും ഇവിടെ ധ്യാനം കൂടി, നല്ലൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് സാധിക്കുന്നവർ ഒഴിവുള്ളപ്പോൾ ധ്യാനം കൂടല്ല, ഒഴിവുണ്ടാക്കി ധ്യാനം കൂടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മഹത്വം നീ എടുത്താൽ, ദൈവത്തിന് കൊടുക്കാതെ നീ എടുത്താൽ, നമ്മൾ ശരീരത്തിൻ്റെ അടിമയായി മാറും, ജഡത്തിൻ്റെ അടിമയായി മാറും. ജഡത്തിൻ്റെ അടിമയായി തീർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ സുഖത്തിൻ്റെ അടിമയായി തീരും, സുഖമൊട്ട് കിട്ടുകയുമില്ല. അതേ സമയത്ത് നമ്മൾ ജഡത്തിൻ്റെ അടിമയായി കഴിയേണ്ടി വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ജഡത്തിൻ്റെ അടിമത്തത്തിൽ നമുക്ക് വിടുതൽ കിട്ടുവാനുള്ള ഒരു മാർഗം, നമ്മുടെ ഈ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളെയും അത് നമ്മളെടുക്കാതെ അതിലെ ഉടമസ്ഥൻ ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്വാധീനിക്കും, കാലാവസ്ഥ സ്വാധീനിക്കും. എന്നാൽ നമ്മുടെ ഈ ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിന്തയിൽ നിന്നാണ് എല്ലാ പ്രവൃത്തികളും രൂപം കൊള്ളുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തികളുടെയൊക്കെ പിന്നിൽ അവൻ്റെ ചിന്ത കിടപ്പുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്ത മാറ്റണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതാ സ്നേഹത്തിൻ്റെ ചിന്തകളാണ് നമ്മളെ വളർത്തുന്നത്. സ്നേഹത്തിനെതിരായ ചിന്തകൾ നമ്മളെ നശിപ്പിക്കുന്നു. ഡൽഹിയിൽ ഒരു ധ്യാനം കഴിഞ്ഞ് അവിടെ ഒരു ഡോക്ടർ VT അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഹോമിയോയുടെ രണ്ടാമത്തെ ആളാണ്. പിന്നെ 4 ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ ഡോക്ടറും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഫ്രീ സർവീസും ഞായറാഴ്ചകളിലെ രോഗികൾക്കൊക്കെ ചെയ്യുന്ന ആളുമാണ്, അറിയപ്പെടുന്ന ആളാണ്. ഞങ്ങൾ പറഞ്ഞു നമുക്ക് ആ ഡോക്ടറുടെ അടുത്തൊന്ന് പോകാം, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക സിദ്ധികളൊക്കെ കാണും എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ 6 പേരുണ്ട്. ഞങ്ങൾ 6 പേരുടെയും കയ്യിൽ പിടിച്ച് പൾസ് നോക്കി. 5 പേരുടെയും പൾസ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്നാൽ വചനം പറഞ്ഞ് മദ്യപാനം നിർത്തി ധ്യാനഗുരുവായി മാറിയവൻ, അവൻ്റെ കയ്യെ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ പണ്ടേ മരിച്ചു പോകേണ്ടവനായിരുന്നു, നിന്റെ പൾസ് പണ്ടേ പോയി കിടക്കുകയാണ്, നീ എങ്ങനെ ജീവിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല, ഇതൊരു വലിയ അത്ഭുതമായിരിക്കുന്നു. അപ്പം പൾസ് നോക്കിയിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാനും പറയാനും പറ്റുമായിരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ മനുഷ്യൻ എങ്ങനെയാണ് 5-8-10 വർഷങ്ങൾ ജീവിച്ചത്? വചനശക്തിയാലാണ്. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ സാക്ഷ്യത്തോടുകൂടി പറയുക. യേശുവിൻ്റെ സാക്ഷ്യം കൂടെ ചേർത്ത് പറയുമ്പോഴേ ആൾക്കാർക്ക് ഇത് സത്യമാണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകുള്ളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ പേര് ടാനിയ, ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞിട്ടാണ് ഞാൻ ധ്യാനത്തിന് വരുന്നത്. വരുമ്പം ഭയങ്കര സങ്കടവും ഭയങ്കര കഷ്ടമായിട്ടാണ് വന്നത്. ബട്ട് ഇപ്പോൾ ഭയങ്കര റിലീഫുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഞാൻ ഇനിയും പോയിട്ട് ഇനിയും അടുത്ത എപ്പോഴാണോ ലീവ് കിട്ടുക അപ്പോൾ ധ്യാനത്തിന് വരണം. വേറെ ആരെങ്കിലും കൊണ്ടുവരാനും നോക്കും ഞാൻ. എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, അപ്പോൾ ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും മുഴുവൻ മാറ്റിമറിക്കാനായിട്ട്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പോൾ എൻ്റെ മനോഭാവം, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ സ്വഭാവം, എൻ്റെ പ്രതികരണം, എൻ്റെ ജീവിത വഴികൾ, ഇവിടെ എല്ലാം ഒരു വലിയ മാറ്റം വരുത്താനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് സാധിക്കുമെന്ന ഉറപ്പ് എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നതിന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സുവിശേഷം എടുത്തു പറയുന്ന ഒരു ഉദാഹരണം, ആ ഉദാഹരണമാണ് അടുത്ത് എഴുതിക്കൂ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4 മുതലുള്ള തിരുവചനം. അപ്പോൾ അവിടെ ഈശോ പറഞ്ഞു തരുന്നത്, ഇനി എന്താണ് അവിടെ പറഞ്ഞു തരുന്നത്? സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ ഈശോ ഒരു സ്ത്രീക്ക് വേണ്ടി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരുടെ ജീവിതത്തിലും സ്വഭാവത്തിലും കുടുംബത്തിലൊക്കെയാണ് കർത്താവ് മാറ്റം വരുത്തുന്നത്? ഇതാ, ആ സ്ത്രീക്ക് വേണ്ടി ഈശോ കാത്തിരിക്കാൻ എന്താ കാരണം? ആ സ്ത്രീക്ക് വേണ്ടി ഈശോ കാത്തിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീയെക്കുറിച്ച് അറിയാവുന്ന വീട്ടുകാർ, നാട്ടുകാർ, അയലൊക്കക്കാർ മുഴുവൻ ഈ സ്ത്രീയെക്കുറിച്ച് വിധി എഴുതിയത് എന്താണെന്നറിയാമോ? ഈ സ്ത്രീ ഒരു കാലത്ത് നന്നായില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോൾ നാട്ടിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളെ എല്ലാ ദിവസവും കിട്ടുന്ന കാശിന് കുടിച്ചിങ്ങനെ ചീത്തയും പറഞ്ഞു ഓടെ കിടക്കുന്ന ചില ടൈപ്പ് മനുഷ്യരെ കാണുമ്പോൾ നാട്ടുകാരൊക്കെ പറയും, ഓ അയാള് എങ്ങനെയായാലും നന്നാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അറിയാവുന്ന സകല വ്യക്തികളും ഈ സ്ത്രീയെക്കുറിച്ച് ഒരു കാലത്തും നന്നായില്ല എന്ന് വിധി എഴുതിയെങ്കിൽ അവളെ കാത്താണ് ഈശോ സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൻകരയെ കാത്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നീനു. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ധ്യാനത്തിന് വന്നത് ഭയങ്കര കുറച്ച് മാനസികമായിട്ട് ഭയങ്കര മനസ്സിൻ്റെ കുറേ പ്രശ്നങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ പെട്ടായിരുന്നു വന്നിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആന്തരിക സൗഖ്യ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു. നന്നായി കുമ്പസാരിക്കാൻ സാധിച്ചു, നല്ലൊരു കൗൺസിലിംഗ് നടത്താൻ വേണ്ടി സാധിച്ചു. വന്ന ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 24, തിരുവചനങ്ങൾ 28 മുതൽ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു.
കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമ്മൾ അല്പം കൂടിയൊക്കെ നമ്മളെ ഒന്ന് ബഹുമാനിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറഞ്ഞേ? നമ്മൾ അല്പം കൂടിയൊക്കെ നമ്മളെ തന്നെ ഒന്ന് ബഹുമാനിക്കണം, വേണ്ടേ? ആദരിക്കണം. നമുക്കൊരു വിലയുണ്ട്. ഒന്നിനും കൊള്ളരുതാത്ത ഒരുവളും ഇവിടെ വന്നിരിക്കുന്നില്ല. ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയിന്ന് ആരെങ്കിലും കരുതിക്കൊണ്ടിരിക്കണ്ടെങ്കിൽ അത് നിന്റെ ചെവിയിൽ പറഞ്ഞു തന്നേക്കണേ. ആരാന്നറിയാമോ? മറ്റേ പുള്ളിക്കാരൻ. ആര്? അതുകൊണ്ട് മേലിൽ ഇനി നീ പറയരുത് എന്തെന്ന്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി പറയോ? അല്ല, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ അച്ഛാ. ഹല്ലേലൂയ. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളരുതാത്തവൻ ഒരിടത്ത് എത്തിയില്ലേ, ജീവിതം അമ്പെ പരാജയമായി പോയി എന്ന് ഒരുത്തനും പറഞ്ഞേക്കരുത്. നിന്നെ നീ ബഹുമാനിച്ചോളണം. എൻ്റെ പേര് തൃഷ്ണ. ഇത് മദർ ഇൻ ലോ ആണ്, ഗ്രേസി ജോസ്. ഇത് ഹസ്ബൻഡാണ്, സനൽ ജോസ്. ഞാനും ഹസ്ബൻഡും ബാംഗ്ലൂരാണ്. ഇവിടെ നാട്ടിൽ തൃശ്ശൂർ എന്നാണ് വരുന്നത്, ഉല്ലൂര് മരത്താക്കര. ധ്യാനം കുറച്ചും കൂടി വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റി. അതേപോലെ ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെയും ബ്രദേഴ്സിൻ്റെയും എല്ലാം നല്ലതായിരുന്നു. സാക്ഷ്യാനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വചനം പഠിക്കാനും അതേപോലെ കുറച്ചും കൂടി ആ കൃപയിൽ വളരണമെന്ന് വിചാരിക്കണു. നമ്മളെ മറ്റു പാപങ്ങൾ ചെയ്യിച്ച് വീഴിക്കാൻ പറ്റുകയില്ല എന്ന് സാത്താൻ ഉറപ്പുണ്ട്. പിന്നെന്ത് ചെയ്യും? ദുഃഖം തരിക മാത്രമല്ല, ദുഃഖത്തിൻ്റെ പണ്ടത്തെ സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? എൻ്റെ പേര് സിസ്റ്റർ ഫ്ലോസി. ഞാൻ പോട്ട പ്രൊൺഷലോസിന്ന് വരുന്നു, ചാരിറ്റി കോൺവെൻറ്റ്. ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് നല്ല അനുഭവമായിരുന്നു. നല്ല ധ്യാനമാണ്. ക്ലാസ്സും പരിപാടികളെല്ലാം വളരെ നന്നായിട്ട് അനുഭവപ്പെട്ടു. ആന്തരിക സൗഖ്യ ധ്യാനമാണ്. ഒത്തിരി സൗഖ്യം കിട്ടിയതുപോലുള്ള അനുഭവമാണ് ഉണ്ടായിരുന്നത്. ശാരീരിക സൗഖ്യത്തേക്കാൾ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ളൊരു സൗഖ്യം കിട്ടി. ഒരു പ്രൈസ് പറയാലോ? ഇപ്പോൾ പ്രൈസ് ലോർഡ്. ഒന്നുകൂടി ഹല്ലേലൂയ പറയാലോ? ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മുടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കണ്ട. ആദ്യം മുതലുണ്ടായിരുന്നു, ഇപ്പോ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, സൂക്ഷിച്ചു വീക്ഷിച്ചു, കൈകൊണ്ട് സ്പർശിച്ച ജീവന്റെ വചനത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങളോട് പറഞ്ഞാൽ നമുക്കൊരു 70 മിനിറ്റിൽ ഇത് നിർത്താം. എൻ്റെ പേര് കെ സി മാത്യു. ഞാൻ വരുന്നത് ചെന്നൈയിലെ താമ്പരത്തിനടുത്ത് മേടവാക്കത്തു നിന്നാണ്.
എൻ്റെ ഇടവക സെൻറ് ആണീസ് കത്തീഡ്രൽ ഇടവകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത്. നേരത്തെ മാസികകളും പത്രങ്ങളും ഒക്കെ വായിക്കാറുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ വന്നത്. നല്ല സന്തോഷവും ആനന്ദവും. എനിക്ക് നടുവിന് സ്വല്പം വേദന ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. യെശയ്യാ പ്രവചന ഗ്രന്ഥം 43 എന്താ ദൈവം പറഞ്ഞു വെച്ചത്? ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിൽ യെശയ്യാ പ്രവചനം 49 പറയുക. 49 അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കും, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുവോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സേവ്യർ, എൻ്റെ വൈഫിൻ്റെ പേര് സീന, ഇത് മകൻ അഖിൽ, കൊല്ലം മുക്കാടടവിൽ നിന്ന് വരുന്നു. ഇവിടെ ധ്യാനം കൂടി നല്ല സന്തോഷമുണ്ട്. ഒരുപാട് മാറ്റങ്ങളും നല്ല അനുഭവങ്ങളും ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല കൃപകൾ. അതിന് ഞങ്ങൾ സാക്ഷ്യം പറയണം ഇവിടെ. അതിനുവേണ്ടി നിൽക്കുകയാണ്. ധ്യാനം നല്ല ധ്യാനമാണ്, നല്ലവണ്ണം സന്തോഷമുണ്ട് വന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അഗ്നി നമുക്കറിയാം. ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് എന്തിട്ട് കൊടുത്താലും അതിൻ്റെ രൂപവും ഭാവവും മാറ്റി മറ്റൊരു വസ്തുവാക്കി രൂപാന്തരപ്പെടുത്തും. ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് ഒരു തടിക്കഷ്ണം ഇട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ആ തടിക്കഷ്ണം ഇല്ല, അതിൻ്റെ രൂപവും ഭാവവും മാറി ഒരു പിടി ചാരമായിട്ട് കിട്ടും. രൂപാന്തരീകരണം അവിടെ സംഭവിച്ചു. ആ അഗ്നിയിൽ അശുദ്ധിയില്ല, അശുദ്ധി ശുദ്ധമാണ്. എന്തിനെ കിട്ടിയാലും കത്തിച്ച് ചാമ്പലാക്കും. ദൈവവചനം പറയണം, ഇതാണ് വചനം. യേശുമിശിഹായെ സ്വീകരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അക്ഷിത, ഞാൻ മാളയിൽ നിന്ന് വരുന്നു. എനിക്ക് ധ്യാനം വളരെ നല്ല അനുഭവമായിരുന്നു. 3 മാസം മുമ്പ് ഞാൻ ഒരു ആക്സിഡൻറ്റിൽ കയ്യിന് സർജറി കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. കൈ പൂർണ്ണമായിട്ട് എനിക്ക് മുഴുവനായിട്ടും ഫുള്ളായിട്ട് ബെൻഡ് പകുതി വരെ ആവുള്ളായിരുന്നു. ഫുള്ളായിട്ട് നേരെയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ആരാധനയുടെ സമയത്ത് എൻ്റെ കൈ പെട്ടെന്ന് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ബെൻഡായിട്ട് ഇരുന്നു കൈ. പിന്നെ എനിക്ക് കൈ കൊട്ടാനും അതുപോലെ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ എനിക്കത് വളരെ അത്ഭുതകരമായി ഈശോ എന്നെ സുഖപ്പെടുത്തി. എല്ലാവരും ഈ ധ്യാനത്തിൽ വന്ന് പങ്കുചേരണം. ഇതാ നമ്മുടെ മുൻപിൽ നിന്റെ അജ്ഞതയിലൂടെ നീ ചെയ്ത പാപങ്ങളായിരിക്കാം നിന്റെ ജീവിതത്തിലുള്ളത്. നിന്റെ അറിവില്ലായ്മയിലൂടെ ചെയ്ത പാപങ്ങളായിരിക്കാം. ഒരുപക്ഷെ അഹങ്കാരം കൊണ്ട് ആവർത്തിച്ച് ചെയ്ത പാപങ്ങളായിരിക്കാം. നീ ഏത് രീതിയിൽ ചെയ്ത പാപമാകട്ടെ, മനസ്സ് വെച്ചാൽ നിന്നെ രക്ഷിക്കാൻ തമ്പുരാന് കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് നിന്നെ രക്ഷിക്കാൻ പറ്റും. ഇല്ലേ, ഈ ധ്യാനം നിനക്കൊരു പാഴ്വേല മാത്രം. അതുകൊണ്ട് ഒരു നിമിഷം ഈശോയുടെ മുൻപിൽ ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യത്തോടെ ഇരിക്കുക. ഞാൻ നശിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ ആഗ്രഹിക്കുന്നത് എനിക്കൊരു പിടിവള്ളി ഇട്ട് തരുന്നുണ്ട്. അതോർത്തപ്പത്തിന് സുബോധം നൽകി അവൻ കുമ്പസാരം നടത്തി അവൻ്റെ അപ്പൻ്റെ അടുക്കൽ പോയി. ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കാനുള്ള ഉപമയാണല്ലോ അത്. അസുബോധം എന്ന കയറ് തമ്പുരാൻ നിനക്ക് കെട്ടിത്തരും. നീ ഒന്ന് പിടിച്ചാൽ മതി, നിന്നെ തമ്പുരാൻ കരകയറ്റിക്കോളും, രക്ഷിച്ചോളും. ആരാധന ആരാധന divine blessing, divine
ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയായിരുന്നു ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഭവം. അതിനാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അനുഭവിച്ച ഈ ആഴ്ചയിലെ ധ്യാനം അതെല്ലാവരുടെ ജീവിതത്തിലും പുതിയൊരു അനുഭവവും ആനന്ദവും നൽകി കർത്താവ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. 42-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും: നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേട, ആ മാൻപേടയുടെ ആഗ്രഹവും ചിന്തയും എല്ലാം എവിടുന്ന് ജലം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ജലത്തിന് വേണ്ടി ആ മാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ചിന്തയും എല്ലാം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, ആ ദാഹമാണ് നമ്മൾ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ആസ്വദിച്ചത്, അനുഭവിച്ചത്, സ്വന്തമാക്കിയത്. അങ്ങനെ ദാഹം തീർന്ന ഒരു വ്യക്തി എത്രമാത്രം ആ ദാഹത്തിൻ്റെ തീവ്രത മാറ്റി ആനന്ദത്തിൻ്റെ നിറവ് അനുഭവിച്ചോ, ഇതുപോലൊരു നിറവാണ് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. സ്നേഹമുള്ളവരെ, ഈ അനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, ഇനിയുള്ള നാളുകളിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ഭവനത്തിൽ നമുക്ക് ചുറ്റും ഇതുപോലെ ദാഹിക്കുന്ന അനേകരുണ്ട്. ഈ ദാഹിക്കുന്ന അനേകരുടെ ദാഹം മാറ്റാൻ, ദാഹത്തിൽ സംതൃപ്തി അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് എനിക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ചുറ്റിലുമുള്ള യേശുവിന് വേണ്ടി, യേശുവിൻ്റെ വചനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഓരോ വ്യക്തിയെയും തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് അവരെ ഓരോരുത്തരെയും ഈ ധ്യാനമന്ദിരത്തിലേക്ക്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്ന, പറഞ്ഞുവിടുന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം. നമുക്കറിയാം, വളരെ ഉറപ്പോടുകൂടി ഏതാഴ്ചയാണെങ്കിലും ധൈര്യത്തോടെ ധ്യാനത്തിനായിട്ട് പറഞ്ഞുവിടാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. എന്തെന്നാൽ എല്ലാ ആഴ്ചകളിലും ധ്യാനമുണ്ട്. അപ്പോൾ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഈ ധ്യാനത്തിലേക്ക് ഇനിയും അനേകരെ പറഞ്ഞുവിടുന്ന, കൊണ്ടുവരുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. നമ്മുടെ ദാഹം ഈശോ തീർത്തതുപോലെ അനേകരുടെ ദാഹം ഈശോ തീർക്കുവാൻ കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അനേകരെ ആകർഷിക്കുന്ന, അനേകരെ കൊണ്ടുവരുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹവും കർത്താവ് നമുക്ക് നൽകട്ടെ. ലഭിച്ച ദൈവാനുഗ്രഹ കൃപയിൽ എന്നും നിലനിൽക്കുവാനും കൂടുതൽ കൂടുതൽ വളരുവാനും കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.